സോ ഗൈസ്, യൂട്യൂബ് ചാനൽ ഏത് മോയന്തിനും തുടങ്ങാൻ പറ്റും, ആർക്കും. പക്ഷേ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഷമീമിന് മാത്രം തുടങ്ങാൻ പറ്റും. സോ ഈ വീഡിയോ ഷമീമിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫസ്റ്റ് വീഡിയോ ആണ്. യൂട്യൂബ് ചാനൽ ഷമീമിന്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ ഇവിടെ തുടങ്ങാൻ പോവാണ് ഷമീം. ഇനി അങ്ങോട്ടേക്ക് വെച്ചടി കേറ്റ് മാത്രം ഇറക്കുന്നുണ്ടെങ്കിലും പ്രമുഖ യൂട്യൂബറായ ആഷിഖിന്റെയും ആഷിറിന്റെയും ഫായിസിന്റെയും ഒപ്പരാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടന്റ് ഞങ്ങൾ അങ്ങനെ കണ്ടന്റ് ഒന്നും വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ, നമ്മള് ഷമീമിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാണോ എന്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അതൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് ഷമീമല്ല പറയണ്ടത്. ഫായിസേ ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക്. ഷമീമേ ഫസ്റ്റ് താങ്കളെ കുറിച്ചിട്ട് 3 വാക്ക്. അപ്പൊ എന്റെ പേര് ഷമീം. അപ്പൊ ഞാനിപ്പോ ചെക്കില് സ്റ്റഡി ആണ്, മാസ്റ്റേഴ്സ് ചെയ്യാണ്, എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് ആണ്. സിലീഷൻ യൂണിവേഴ്സിറ്റിയിലാണ്. കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഇവിടെ ഉള്ളത്. നൈസില് ഇടക്കൊന്ന് USA പോയി എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മള് പിന്നെ 3 ആൾക്കാര് സിംഗിൾസ് ആണ്. എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാല് സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ പുറമെ തന്നെ നമ്മള് സ്റ്റഡി അബ്രോഡിന്റെ പരിപാടി ഉണ്ട്. അപ്പം ചെക്കിലേക്ക് സ്ലോവാക്യ, ഓസ്ട്രിയ, ജർമ്മനി അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. CU അബ്രോഡ് എന്നാണ് നമ്മുടെ പേജിന്റെ പേര്. അതാണ് ഇപ്പൊ നമ്മൾ മെയിൻ പരിപാടി. പിന്നെ ഇവിടെ ഇപ്പൊ പഠിക്കല, അപ്പം യാത്രയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ് യൂറോപ്പിലെ യാത്രകളെ കുറിച്ചൊക്കെ? യൂറോപ്പിൽ ചെക്കില് വന്നിട്ട് ഷമീമിന്റെ ഓവറോൾ ചെക്കിനെ കുറിച്ചുള്ള ഒരു കാര്യം എന്താന്ന് പറയും. ചെക്ക് അടിപൊളി കൺട്രിയാണ്. നാട്ടിൽ നിന്ന് ഇപ്പം ചെക്ക് നോക്കുന്ന ഒരാൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ കയറി വരാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 2-3 ലക്ഷം റുപ്യക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് നാട്ടിൽ കയറാം. ഫീസ് കാര്യങ്ങൾ കിട്ടും, കയറാനല്ല ഫീസ് കാര്യങ്ങളാവും. മൊത്തം 5 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ ഫുൾ പരിപാടി കയറാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 45% മാർക്ക് ഉണ്ടെങ്കിൽ ആ മാർക്ക് മതി. IELTS ആവശ്യമില്ല. ബ്ലോക്കഡ് അക്കൗണ്ട് വേണ്ട. ഗസ്റ്റ് ഷമീമിന്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റത്തെ വീഡിയോ ഇടുന്നുണ്ട്. ജർമ്മനി നമ്മള് അതിനായിട്ട് ഇവിടെ വരെ വന്ന് ഗസ്റ്റ് ആണ് നമ്മൾ ആഷിർ. അപ്പൊ ആഷിറിനെ കുറിച്ച് നമ്മൾ പിന്നൊരു വീഡിയോ സംസാരിക്കും. അത് വേറെ വീഡിയോ വരും. ആഷിർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്റെ പേര് ആഷിർ എന്നാണ്. അപ്പം ഞാൻ ഫായിസ് എന്നുള്ള ഒരുത്തിന്റെ ഫ്രണ്ടാണ്. അപ്പം ഫായിസ് തിരക്കുകളുള്ള കാരണം ഈ പോഡ്കാസ്റ്റിൽ ഫ്രണ്ടിലേക്ക് കുറച്ചു നേരം കൂടി പങ്കെടുക്കാൻ വരില്ല. ഈ സൈഡിലുള്ള അലമാറ ഒന്ന് തുറക്കുന്നുണ്ട്, അതിന്റെ സഞ്ചി ഉണ്ട്, പണിക്ക് പോകാനായി. സോ ഗൈസ് ബൈ. പണിക്ക് പോവാണ്. അപ്പൊ ഇനി അടുത്ത ഷമീമിനെ കുറിച്ച്, ഷമീമിന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് പറയും. ഇനി എന്റെ യൂട്യൂബ് ചാനലാ ഉണ്ടല്ലേ. ഇപ്പൊ ഒരുപാട് പേര് നാട്ടില്, ഒരുപാട് പെൺകുട്ടികള് യൂറോപ്പിൽ വരാൻ യൂറോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് യൂറോപ്പിലുള്ളവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾക്ക് സിംഗിൾ ആണോ, താല്പര്യമാണോ? അപ്പൊ താങ്കൾ ഓപ്പൺ ആണ്, ഡിപ്പെൻഡ് വിസക്കൊക്കെ താങ്കൾ ഓപ്പൺ ആണോ റിലേഷൻഷിപ്പിന്? വളരെ വിഷയമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ചാനലേ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഷമീമിന് ഒന്ന് ചിന്തിക്കേണ്ടി വന്നു. നമ്മളാരെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഷമീമിന് ഇവിടെയുണ്ട്, നാട്ടിലും ഫുൾ കോണ്ടാക്ട്സ് ആണ്. അപ്പോ കോണ്ടാക്ട്സ് മാത്രം. അപ്പോ ടെൻഷനായി. അപ്പൊ നമ്മൾ അങ്ങനത്തെ പേഴ്സണൽ ക്വസ്റ്റ്യൻ വേണ്ട. ഷമീമിന് സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ ആണ്. അതെ റെഡി ടു മിംഗിൾ. അപ്പൊ അടുത്ത നമ്മളിത് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങിയത് ഓനെ പറ്റി ഇതാക്കാനാ. അപ്പൊ നമ്മള് ചെക്കില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ചെക്കിൽ ഒരു സ്റ്റുഡന്റ് വന്ന് കഴിഞ്ഞാൽ, ഷമീമ ചെക്കിൽ ഒരു സ്റ്റുഡന്റ് വന്ന്, ഇപ്പൊ ചെക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ചെക്കിൽ ഒരു സ്റ്റുഡന്റ് വന്ന് കഴിഞ്ഞാല് ഒരു മാസം ഓൻ എത്ര റെന്റ് ആവും, എത്ര എക്സ്പെൻസ് ആവും, ഏകദേശം അനക്ക് എത്ര ചെലവാകുന്നുണ്ട് എന്ന് പറയും. പുതിയൊരു സ്റ്റുഡന്റ് വന്നാല്, അല്ലെങ്കിൽ അന്റെ ഇതിൽ എക്സ്പീരിയൻസിൽ പറഞ്ഞോ, അനക്ക് റെന്റ് എത്ര ആവുന്നുണ്ട്, ഫോണിന്റെ ബില്ല് എത്ര ആവുന്നുണ്ട്, പിന്നെ അല്ലാത്ത എക്സ്പെൻസ് എത്ര ആവുന്നുണ്ട്, ട്രാവൽ എക്സ്പെൻസ് എത്ര? നമ്മളിപ്പോ കർവീന സിലീഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് വന്നത്. അപ്പൊ അവിടെ പ്രാഗിന് വെച്ച് നോക്കുമ്പോൾ
ഒന്നും കൂടി റെന്റ് കുറവാണ്. ഏകദേശം അപ്പൊ നമുക്കൊരു 3500 4000 ചെക്ക് റൗണ്ട്സ് പറയുമ്പോൾ 17,000 രൂപ. 17,000 രൂപ ഇപ്പൊ കുറച്ചുകൂടി. എന്താ ഒരു 25,000 രൂപ പ്രാങ്കില് നിൽക്കുകയാണെങ്കിൽ ഒരു 5,000 കേസി 5,000 മിനിമം. ഇപ്പൊ 7,000 ആയിട്ട് 5,000 കേസ് മുതൽ തുടങ്ങും. 5,000 ആ പൈസ നമ്മൾ എന്ത് കാണണോ? അഡ്വാൻസും കാണണം. ആ 2 പൈസയും കൂടി വരും. അപ്പൊ ഈ പറയുന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി ഡോമിലാണെങ്കിൽ 4,000 കേസ് ഏകദേശം ഒരു 17,000 രൂപ റെന്റ് മാത്രം. പിന്നെ നമ്മൾ ചെലവ് എത്രയാ? ഒരു 1,000 to 2,000 കേസ് വരും. ചെലവ് നമുക്ക് ഫുഡ് നമ്മള് ഉണ്ടാക്കാനാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ അത് നമുക്ക് 1,000 കേസ് കൂട്ടുക. ഏകദേശം നാട്ടിൽ ഒരു 4,000-5,000 രൂപ. പിന്നെ നമുക്ക് പിന്നെ ട്രാവലിങ്ങിനുള്ള എക്സ്പെൻസ് അത് നമുക്ക് പ്രാഗിലാണെങ്കിൽ സ്റ്റുഡൻസിന് ഭയങ്കര ചീപ്പാണ്. 130 കേസിക്ക് ഒരു മാസത്തേക്കുള്ള പരിപാടി മൊത്തം കഴിയും. 130 കേസ് വരുമ്പോൾ ചെറിയ പൈസ. ഒരു നാട്ടിൽ ഒരു 500 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാസം മൊത്തം എല്ലാം ട്രാവൽ ചെയ്യാം. സ്റ്റുഡന്റ് ആയിരിക്കണം. ട്രാം ആണെങ്കിലും ബസ് ആണെങ്കിലും ഒക്കെ. ജർമ്മനി ടിക്കറ്റ് പോലത്തെ എന്തെങ്കിലും പ്രാഗ് അല്ലെങ്കിൽ ഐസി കാർഡ് നമുക്ക് നിങ്ങൾക്ക് പൈസ കൂടുതലാണ്. നമുക്ക് ഇവിടെ ആകെ 500 ചെക്കും ജർമ്മനി അല്ല നമ്മളെ ടോപ്പിക്. അപ്പം എക്സ്പെൻസിന്റെ പറഞ്ഞേ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് വരാ? സിമ്മ് നമുക്ക് ഇവിടെ അൺലിമിറ്റഡ് ആണ്. എത്ര രൂപയാണ് വരുന്നത്? 350 കേസ്. ചെറിയ പൈസ വരുന്നുള്ളൂ. 500, 600, 900, 1,500 15 യൂറോ. പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് സിമ്മായി റെന്റായി പിന്നെന്താ ഉള്ളത്? ഇനിയിപ്പോ അതറായിട്ട് വരാനുള്ള നാട്ടിലുള്ള ഒരു പൊതുവായി ചെലവ് ഏകദേശം നമുക്ക് തർക്കം പറഞ്ഞുതരാം. ഏകദേശം ഈ റെന്റ് 20,000 കൂട്ടിക്കോ, പിന്നെ ഫുഡിന് ഒരു 5 രൂപ കൂട്ടിക്കോ, അല്ല എല്ലാം കൂടി ഒരു 30-35 രൂപ 5,000 ചെലവ്. നാട്ടിലുള്ള ആൾക്കാർ 35,000 രൂപ ഏത് കർവീന് നിൽക്കുകയാണെങ്കിൽ അപ്പം 40-45 കൂട്ടിക്കോ. അത് ഞാൻ പറയാം. അപ്പൊ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ യൂറോപ്പിൽ വരിക, പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോമൺ സംഭവം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്റ്റുഡന്റ് വരികയാണെങ്കിൽ ഇപ്പൊ പാർട്ട് ടൈം ആയിട്ട് മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നുണ്ട്? അല്ലെങ്കിൽ സ്റ്റുഡൻസ് നോർമലി എത്ര ഉണ്ടാക്കുന്നുണ്ട്? എന്തൊക്കെ തരം പാർട്ട് ടൈംസ് ആണ് കിട്ടുക? അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നതേനി യൂറോപ്പ് പോവാ, കുറെ പൈസ ഉണ്ടാക്കുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇനി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ അല്ല. പൈസ ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരു 3 ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടാവും, ബാക്കി ഒരു 4 ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം ഉണ്ടാക്കാം. പക്ഷെ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. എന്ത് വർക്കാണെങ്കിലും സുഖമായിട്ട് ഉണ്ടാക്കാം. ആൾക്കാരുടെ ഡിഫറൻസ് ആണ്. അല്ല, 1,00,000 റുപ്യ 1,50,000 റുപ്യ നമ്മളെ ഉണ്ടാക്കുന്നവരുണ്ട്. ഷമീം ഒരുപാട് കാലങ്ങൾ കമ്പനിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കിയത് ചെക്കാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ കബാബ് ഫീൽഡ്, മെക്ഡൊണാൾഡ്സ്, KFC, പിന്നെ വെയർ ഹൗസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. വെയർ ഹൗസിൽ നമ്മളൊപ്പം പഠിക്കുന്ന ഒരു ചെങ്ങായി 2,00,000 റുപ്യ ഉണ്ടാക്കുന്നുണ്ട്. പേര് വരണ്ട, വിഷയാവും. അപ്പൊ അത്രയും പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 1,00,000 റുപ്യ നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ ഒരു എന്റെ ചെലവൊക്കെ 1,00,000 മാറ്റി വെക്കുന്നുണ്ട്. 1,00,000 മാറ്റി. പിന്നെ നമ്മളെ CCS എന്ന് പറഞ്ഞ വേറെ ഓപ്ഷൻ ഉണ്ട്, അമേരിക്ക പോണ ഒരു ഓപ്ഷൻ ഉണ്ട്. അവരോട് അങ്ങനെ അമേരിക്ക പോയ 2 വ്യക്തികളാണ് നമ്മളെ. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുന്ന മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബാച്ചേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അമേരിക്കയിൽ പോയിട്ട് 3-4 മാസം സമ്മറിൽ പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെയധികം യൂട്ടിലൈസ് ചെയ്തു. നമ്മളെ ഷമീമിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ. അപ്പം പിന്നെ അതല്ല, അത് കിട്ടിയ 2 ആൾക്കാരാണ് ഷാനിൽ. ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നിട്ട് ഷമീമിനെ അറിയാത്ത മലയാളീസ് വളരെ ചുരുക്കാണ്. ജർമ്മനിയിലുള്ള ഒരു ഭാഗത്തും ചെക്കിന്റെ ഷാനിന്റെ തല്ലേന്നാ പറഞ്ഞത്. അതാണ് ചെക്ക് ഷാനിന്റെ തല്ലേ, അത് ഷാനിലാണിത്. ഷമീം എവിടെയാന്നാണ് ആദ്യം ചോദിക്കുക. എല്ലാവർക്കും ഷമീമിനെ മതി, ഷമീമിനെ മതി, ഷമീമിനെ മതി എല്ലാവർക്കും. നമ്മള് വിഷയത്തിന് പിന്നീട് അപ്പൊ നമുക്ക് ഒരു 35,000 രൂപ ചെലവ് കർവിന് വന്ന് ഒരു ലക്ഷം മാറ്റിയേക്കാം. ഒരു 45,000 രൂപ വന്ന് ഒരു 1,00,000 രൂപ ഉണ്ടാക്കി ഒരു മിച്ചം ഒരു 50 രൂപയെങ്കിലൊക്കെ കാണാൻ പറ്റും. 1 ലക്ഷം മാറ്റിയേക്കാൻ പറ്റും. 1 ലക്ഷം 1,00,000 മാറ്റി വെക്കാൻ പറ്റൂല. ഇന്ത്യയുടെ കാഴ്ചപ്പാടില് ഷമീമിനെ പോലത്തെ ആളുകൾക്ക് 1,00,000 മാറ്റി. ഒരു നോർമൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 60
മാറ്റി 60,000 മാറ്റി വെക്കാൻ പറ്റും എല്ലാ ചെലവും കഴിഞ്ഞു. നമ്മളോട് മെയിൻ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ചെക്കിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ എത്ര റുപ്യ മാറ്റി വെക്കാൻ പറ്റും? അതാണ് അത് ഒരു ഓല് ഫിക്സഡ് എമൗണ്ട് നമുക്ക് പറയാൻ ഓല് പറ്റും. വന്നിട്ട് ഓല് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓല് നോക്കേണ്ടി വരും. നമ്മളിപ്പോ എല്ലാരും ചോദിക്കുമ്പോൾ നമുക്കിപ്പോ 1 ലക്ഷം മാറ്റി കഴിയും 50,000 മാറ്റി കഴിയും ഒരാളോട് പറയാം. ആശിർ ജർമ്മനിയിൽ 3,000-4,000 മാറ്റുന്നത് അത് പക്ഷെ എല്ലാവർക്കും മാറ്റാൻ പറ്റില്ല. അത് ഓരോരുത്തരെ ജർമ്മനിയിൽ 3 ലക്ഷം മാറ്റി വെക്കണവരുണ്ട്, 1 ലക്ഷം മാറ്റി വെക്കണവരുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഇവിടെ 2 ലക്ഷം ആശിക്ക് ഒരു ടൈം ഉണ്ടാക്കി വർക്ക് ചെയ്തിട്ട് ആ സമയത്ത് 3-4 ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനൊരു പ്രസക്തി ഇല്ല അവിടെ. അപ്പൊ നമ്മൾ എത്രത്തോളം ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, എന്ത് വർക്കാണ് ചെയ്യണേ, എത്ര hours അതിനൊക്കെ എടുക്കേണ്ടി? depend ചെയ്യും. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഭീമ, എന്റെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകളെ കുറിച്ചും അതായത് ഇവിടുത്തെ എക്സാമിനെ കുറിച്ചും അതിനൊക്കെ 2 വാക്ക് പറയും. എന്താണ് ഇവിടുത്തെ സിറ്റി, എത്ര എക്സാം പാസ്സായോ, എന്താണ് ഇവിടെ സ്റ്റേറ്റ് എക്സാം ഉണ്ടോ, തീസിസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. ക്ലാസ്സിൽ യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അല്ലെ? പിന്നെ നമുക്ക് നമ്മള് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. പിന്നെ കുറെ പാട്ടായിട്ട് ഇങ്ങനെ ഓരോ ഈ വീഡിയോയിൽ നമുക്ക് നമ്മളെ ഈ ഒരു പാർട്ട് ടൈമും എക്സ്പെൻസ് മാത്രം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ അതായത് നമ്മളൊരു സീരീസ് പോലെ അടുത്ത വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഏത് യൂണിവേഴ്സിറ്റി ആണ് പഠിക്കണേ, ആ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സസ് എങ്ങനെയുണ്ട്, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തും ഇവിടുത്തായിട്ട് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, യുഎസിന്റെ സ്കീം നമ്മൾ പറഞ്ഞുതരും. പിന്നെ ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണ്, ഇവിടുത്തെ ഫുഡുകൾ എങ്ങനെയാണ്, ഇവിടുത്തെ സിറ്റികൾ എങ്ങനെയാണ്, ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നാട്ടിലത്തെ ഫുഡ്. എങ്ങനെയാണെങ്കിലും നമ്മൾ നാട്ടിലത്തെ പത്തിരി ബീഫ് ഇപ്പൊ കഴിക്കണ വിചാരിച്ചാൽ നടക്കോ? പൊറാട്ടയും ബീഫും കഴിക്കണം ഇപ്പൊ നടക്കും. കാരണം നമുക്ക് പൊറാട്ട ഫ്രോസൺ കിട്ടുന്നത്. ഡോണർ ആണോ ഷവർമയാണോ? എന്തോ കട്ടായി. നമ്മള് ആദ്യത്തെ വീഡിയോ അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളെ കൂടെ സംസാരിച്ച എനിക്കും എങ്ങനെയാണ് സബ്സ്ക്രൈബ് പുതിയ ചാനൽ പല കാര്യങ്ങളും ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പൊ ചെക്കിലെ ജീവിതത്തെ കുറിച്ചും നൈറ്റ് ലൈഫിനെ കുറിച്ചും ഇവിടുത്തെ യാത്രകളെ കുറിച്ചുമുള്ള അനുഭവങ്ങൾ ഷമി പങ്കുവെക്കും. അപ്പം അതിനെക്കുറിച്ചുള്ള നിങ്ങളെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. എങ്ങനെ നോമ്പാണ്, പള്ളിയിൽ പോയ ഫുഡ് കിട്ടും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് ചോറുള്ള പള്ളി ചെക്ക് റിപ്പബ്ലിക് അതിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നതാണ്. നമ്മള് പറഞ്ഞ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ അതിലേക്ക് ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ചോറുള്ള പള്ളി ചെക്ക് റിപ്പബ്ലിക് അടയാളം അത് യൂറോപ്പ് ആക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കുന്നു. പക്ഷേ സിയു അബ്രോഡ് ത്രൂ അഡ്മിഷൻ എടുക്കണം. സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെക്കിൽ വന്ന് പഠിക്കണം അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് പഠിക്കണം, നമ്മൾ ബന്ധപ്പെടാം. എല്ലാ സർവീസുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ അഡ്മിഷന് വേണ്ടിട്ട് ആർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏത് നിമിഷം ഏത് രാജ്യത്തേക്കും ബന്ധപ്പെടാം. കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും പിന്നെ യൂറോപ്പ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മള് ട്രാവൽ കമ്പനികൾ തുറന്നുണ്ട്. അപ്പൊ അത് സൂൺ ആയിട്ട് ഈ ചാനലിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ഗുഡ് ബൈ.